ബിജെപിയുടെ ഒരു ഗ്രോത്ത് നോക്കിയാൽ ഇപ്പൊ ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും ബിജെപിയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. ഈവൻ ഇനിയിപ്പോ ബാക്കി എന്ന് പറയാൻ തമിഴ്നാടും കേരളവും മാത്രമേ ഉള്ളൂ. തെലുങ്കാന അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടാൻ പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷെ കേരളം ഇതുവരെ ബിജെപിയുടെ കയ്യിലേക്ക് വരുന്നില്ല. വളരെ ടഫായിട്ട് ഇപ്പോഴും ക്യാപ്ചർ ചെയ്യാൻ ബിജെപി പറ്റാതെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇവിടെ ബിജെപിയുടെ ഒരു ഗ്രോത്ത് എന്തുകൊണ്ടാണ് നടക്കാത്തത്? എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഒറ്റ കാര്യം, ഫ്യൂച്ചർ ഇസ് BJP. അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ കൃത്യമില്ല, മറുപടിയില്ല. കാരണം വെസ്റ്റ് ബംഗാളിൽ 10 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 3 സീറ്റാണ് കിട്ടിയത്. ഞാൻ 3 77 77 നിന്ന് ഇന്ന് ഭരണത്തിലെത്തി. ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു ബംഗാൾ. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ഡെമോഗ്രഫി വെച്ച് നമുക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുന്നത് നോർത്ത് ഈസ്റ്റാണ്. കേരളത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ കണക്ക് പ്രകാരം BJP അല്ലെങ്കിൽ ഹിന്ദു വോട്ട് 54% പറയാം. പക്ഷേ 54% ഉണ്ടാവണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല കൺവേർട്ടായ ആൾക്കാരും പേര് റെക്കോർഡിക്കൽ ഇപ്പോഴും ഹിന്ദു എന്നാണ് വെച്ചിരിക്കുന്നത്. കാരണം മറ്റേ റിസർവേഷൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJP അല്ലാത്തവർ BJP തരുന്നില്ല. അവർ 48% ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ 48% കിട്ടില്ലല്ലോ. ഇപ്പുറത്ത് 52%, 54% എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. എങ്ങനെ BJP ജയിക്കുന്നുള്ളതാണ് സിമ്പിൾ ക്വസ്റ്റൻ എല്ലാം ചോദിക്കുന്നത്. ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പലയിടത്തും ക്രിസ്ത്യൻ പോപ്പുലേഷൻ 87 to 97% വരെയുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഇപ്പോൾ BJP ഭരിക്കുന്നത്. അപ്പോൾ അത് ഒരു പരിപാടി BJP അത് അതിമനോഹരമായിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗൊക്കെ ഏറ്റവും നല്ലപോലെ അറിയാവുന്നൊരു പാർട്ടിയാണ്. അത് വരും, സമയമെടുക്കും. കാരണം സംഘം എപ്പോഴും ഒരു കാര്യം നാളെ രാവിലെ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാറില്ല. എൻ്റെ അറിവൊക്കെ ശരിയാണ്. 66-ലാണ് ഗോവധ നിരോധനവും ആർട്ടിക്കിൾ 370 രാമക്ഷേത്ര നിർമ്മാണമൊക്കെ തീരുമാനിച്ചത്. അത് കുറേ ഡെക്കേഡ്സ് എടുത്തു, പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ അതേപോലെ ഇവിടെയും ലോങ് ടേം പദ്ധതിയുണ്ട്, അത് വരും, ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. കോൺഗ്രസ് അത്യുജ്വലമായ വിജയം നേടി. ആ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അവർക്കാണെന്ന് ചോദിച്ചാൽ കുറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹായിച്ചതും കൂടിയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നൊരു വോയിസ് ഉണ്ട്. ആ വോയിസ് നിൽക്കുന്നത് വരെ അത് ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്, ഈ വോട്ട് എങ്ങോട്ടാണ്, ആരാണ് അവരെ നയിക്കാൻ പോകുന്നിടത്ത് വേറെ നമുക്കറിയില്ല. കാരണം തമിഴ്നാട്ടിൽ ഇത്തവണ നടന്നൊരു ഇലക്ഷൻ നമ്മളൊന്ന് പഠിച്ചാൽ വളരെ രസകരമായ സംഭവം നടന്നിരിക്കുന്നു. നാഷണൽ പാർട്ടികളായ BJPയും കോൺഗ്രസും വർഷങ്ങളായി നോക്കി ദ്രവീഡിയൻ വോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. പറയപ്പെടുന്നതാണ് ADMK ഇത്ര വെച്ച് വോട്ടർമാർക്ക് കൊടുത്തു, DMK ഇത്ര വെച്ച് കൊടുത്തു. ഒരു പൈസയും കൊടുക്കാത്ത വിജയ് ജയിച്ച് കയറി വന്നു. ഈ രണ്ടുപേരും ഇന്ന് ആലോചിക്കാൻ ഇനി നമ്മൾ അടുത്ത ഇലക്ഷന് കൊടുക്കണം വേണ്ടിവന്നു. ഈ വോൾ ബ്രേക്ക് ചെയ്ത് കിട്ടി. വിജയ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എത്ര നാൾ നിൽക്കുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. എന്തൊക്കെയായാലും തുടക്കത്തിൽ ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി നല്ല പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വോൾ ബ്രേക്കായി കിട്ടി. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2 പേർക്കും, ഇരു കൂട്ടർക്കും. അത് ആര് കൃത്യമായി പ്രയോഗിക്കുന്നോ അവരോട്ട് മാറും. കാരണം തമിഴ്നാടും ഹിന്ദു മെജോറിറ്റി സംസ്ഥാനം തന്നെയാണ്. ബംഗാളിൽ സംഭവിച്ചതാ. കാരണം പൊറുതി മുട്ടിപ്പോയി, ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ ഭാരതീയർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. തമിഴ്നാട്ടിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട് പലയിടത്തും. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പൊതുവെ സ്വാഭാവികമായിട്ട് ഏത് പാർട്ടി എത്ര നന്നായിട്ട് ഭരിച്ചാലും സാച്ചുറേഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇനി അവരുടെ ഉന്നം സൗത്തിലോട്ട് തന്നെയാണ്. അതിന് അസാധ്യമായ പ്ലാൻ സൗത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് 5, 10, 15 വർഷങ്ങൾക്കകത്ത് നടന്നിരിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കേരളത്തിൽ എന്താണ് BJPയുടെ ഗ്രോത്തിനെ തടയുന്നത്? എന്താണ് താങ്കൾ പറഞ്ഞ പോലെ ഫ്യൂച്ചർ വരുമായിരിക്കും. പക്ഷേ ആസ് ഓഫ് നോ താങ്കൾ കാണുന്ന, ആസ് എ പൊളിറ്റീഷ്യൻ താങ്കൾ കാണുന്ന എന്ത് ഫാക്ടറാണ് കേരളത്തിൽ BJPയുടെ ഗ്രോത്തിനെ തടയുന്നത്? എപ്പോഴും പാർട്ടി ശക്തമായി വന്നിട്ടുള്ള പല സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫേസ് ഉണ്ടാവും BJP എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് യോഗിയുടെ പിക്ചർ മനസ്സിൽ വരും. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഓർത്താൽ സുവേന്ദുവിൻ്റെ പേര് വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഫേസ് ഡെവലപ്പായി വരും. ഗുജറാത്തിൽ ഒരു ദിവസം ഒരു മോഡി ഉയർന്നു വന്നു. അതുപോലെ ഇവിടെ ഇന്നും ഒരു ഫേസ് ഇല്ല. മീൻസ് പല നേതാക്കളുണ്ടെങ്കിൽ പോലും BJP എന്ന് പറയുമ്പോൾ ഒരാൾ ഓർമ്മ, അല്ല പുള്ളിയെ കാണുമ്പോൾ BJP ഓർമ്മ വരണം, കേരളത്തിൻ്റെ ഓർമ്മ. അത് ഉരുത്തിരിഞ്ഞ് വരണം. അത് വരുന്ന ദിവസം ആണ് വളരെ ഈസിയാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്നിപ്പോൾ മോഡി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പ്രഭാവത്തിലാണ് ഈ വോട്ടുകൾ കിട്ടുന്നത്. പ്ലസ് ഓരോ സ്ഥാനാർത്ഥികളൊക്കെ മികവ് കാണുമായിരിക്കും. മറ്റേതങ്ങനെയല്ല, അവിടെ നിന്ന് പകുതി പണിയെടുത്തു, ബാക്കി പണി ഈ ഫേസ് ഇവിടെ വർക്ക് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ പറ്റൂ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. BJPക്ക് ഒരു ലീഡർഷിപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ്.
ലീഡർഷിപ്പ് എന്ന് പറയും, ലീഡർ വാക്യൂം എന്ന് വേണമെങ്കിൽ പറയാം. ലീഡർഷിപ്പ് എന്ന് ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് കുറച്ച് പേര് ഒരു ടീമായിട്ട് വേണമെങ്കിൽ പറയാം. ബി ജെ പിക്ക് ഒരു ടീമുണ്ട്, പക്ഷെ ഒരു വ്യക്തി എന്ന് പറഞ്ഞൊരു മുന്നോട്ട് നയിക്കാൻ ഒരു ആളുടെ കുറവ് കാണുന്നുണ്ട്. അതാണ് എൻ്റെ കാൽക്കുലേഷൻ. കാരണം താഴെത്തട്ടിൽ അസാമാന്യമായിട്ട് വോട്ട് മാറുന്നുണ്ട്, പക്ഷെ അത് കൺവേർട്ട് ആവുന്നില്ല ബി ജെ പിയിലോട്ട്. എക്സാക്ട്ലി അതാണ് സംഭവിക്കുന്നത്. പിന്നെ ഈ വോട്ട് ചെയ്യാൻ ആളുണ്ട്. കാരണം ഞാൻ വട്ടിയൂർക്കാവിൽ 2.5 വർഷം വർക്ക് ചെയ്ത എന്നും ആസ് എ റെഗുലർ പൊളിറ്റീഷ്യനെ പോലെ. അപ്പോൾ എന്നെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടായിട്ട് കണ്ണൂർ, കാസർഗോഡ് തൊട്ടിക്കൊണ്ട് വിളി എല്ലായിടത്തും പോകുമ്പോൾ താഴെത്തട്ടിൽ താഴെത്തട്ട് മാറുന്നില്ലായിരുന്നു. കമ്മ്യൂണിസം അടിയുറച്ച് കിടന്ന സ്ഥലങ്ങളിൽ നിന്ന് അത് മാറുന്നുണ്ട്. പക്ഷെ അതെല്ലാം വോട്ടായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. അതാവും. അതിന് ഈ പറഞ്ഞ കുറേ ഘടകങ്ങൾ പെട്ടെന്ന് ഇതൊരു നാഷണൽ പാർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൈപ്പത്തറ്റിക്കലായിട്ട് സംസാരിക്കുക. പെട്ടെന്നൊരു പാർട്ടി ഭരണത്തിൽ വന്നാൽ 19 മന്ത്രിമാർ 20 മന്ത്രിമാരെ അതിനകത്ത് നിന്ന് കണ്ടെത്തണം. അതിന് പക്കത്തുള്ള ആൾക്കാർ വരണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു പാർട്ടിയല്ല വന്നിരിക്കുന്നത്, ഒരു കൂട്ടം ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അതിനൊരു അപകടമുണ്ട്. അവിടുത്തെ എത്ര മന്ത്രിമാരെ പറ്റി അറിയാം? ഈ മന്ത്രിമാരുടെ ആരെങ്കിലും ഡ്യൂ ഡിലിജൻസ് നടത്തിയിട്ടുണ്ട്? ഇവരാരാണ്, എന്താണ്? വലിയ അപകടത്തിലോട്ട് ചെന്ന് ചാടാൻ അത് മതി. ആരും മോശമാക്കുക, ആരും കുറ്റപ്പെടുത്തുക, അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് വരരുത്. നമുക്കതിനുള്ള പക്വതയിലോട്ട് വരണം. പഴുക്കണം. പച്ചയ്ക്ക് വെട്ടിവെച്ചാൽ അത് തല്ലി പഴിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ആ പഴുക്കാനുള്ള ഒരു പ്രോസസ്സ് നടക്കുക. ഒരു BJP പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് താങ്കൾ എപ്പോഴെങ്കിലും പാർട്ടിക്ക് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടോ? പാർട്ടിയിൽ ഇങ്ങനെ ഒരു ലാക്ക് ഓഫ് ഫേസ് ഉണ്ട്, ഒരു മുഖമില്ല, എന്തെങ്കിലും അപകടമുണ്ട് എന്ന് താങ്കൾ എപ്പോഴെങ്കിലും പാർട്ടി ലീഡർഷിപ്പിനോട് പറഞ്ഞിട്ടുണ്ടോ? വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ അടുത്ത കാലത്തും ഡൽഹി ചെന്നപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ച് ചോദിച്ചപ്പോൾ അപ്പം നമുക്ക് തുറക്കാം, കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കാരണം ഞാൻ ഇലക്ഷന് മുൻപ് ഒരു പ്രമുഖ നേതാവ് ഇവിടെ വന്ന് എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എത്ര സീറ്റ് വരെ കിട്ടാം? നിങ്ങളിനി വിശ്വസിക്കുമെന്നറിയില്ല. ഞാൻ പറഞ്ഞു 0 to 3. അതുകൊണ്ട് നോ വി ആർ എക്സ്പെക്ടിങ് 8 seats, ഇറ്റ് മേ ഗോ അപ് ടു 12 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പറയുന്നത് ശരിയോ തെറ്റോ? എന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ SIR നമ്മുടെ ഇവിടെ വർക്കാവില്ല, വെസ്റ്റ് ബംഗാൾ SIR വർക്കാവും. അപ്പോൾ എന്നെ വെച്ച് പോയി. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ മണ്ഡലത്തിൽ 45,000 വോട്ട് ഡിലീറ്റ് ആയെന്ന് വിചാരിക്കും. വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു മണ്ഡലത്തിലും ഇതേപോലെ ഡിലീറ്റ് ആയെന്ന് വിചാരിക്കും. അവിടെ അത് എഫക്റ്റീവ് ആവും. കാരണം കേരളത്തിൽ ഈ 45,000 വോട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ അൺപോൾഡായിരുന്നു. കാരണം മരണപ്പെട്ടവർ അല്ലെങ്കിൽ 2 അഡ്രസ്സുള്ളവർ ഇങ്ങനെ പോയി, അൺപോൾഡായിരുന്നു. അതേസമയം വെസ്റ്റ് ബംഗാളിലെ ഈ 45,000 വോട്ടും പോൾഡായിരുന്നു. മറ്റാരോ ഭാരതീയരല്ലാത്തവരോ ഇവിടുത്തെ കള്ള ഫേക്ക് ചെയ്തുകൊണ്ടവർ വോട്ട് ചെയ്തവരായിരുന്നു. അപ്പോൾ എന്ത് വെച്ചാൽ അത്രയും വോട്ട് അവിടുത്തെ ഭരണ പാർട്ടിക്ക് പോയി ഇത്തവണ. അതുകൊണ്ടാണ് BJP പോലും പ്രതീക്ഷിക്കാത്ത വൻ സക്സസ്സിലോട്ട് അവിടെ. കാരണം ബീഹാറിൽ ഇത് ടെസ്റ്റ് ചെയ്താണ്. ഞാൻ ബീഹാറിൽ പോകാറുണ്ട് സ്ഥിരം, എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാരോടെ. അവിടെ ഇത് ടെസ്റ്റ് ചെയ്ത് വിജയിച്ചത്. അപ്പോൾ പല ഘടകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയാനുള്ള ചില കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഡെഫിനറ്റ്ലി നോട്ട് BJPയുടെ ഇപ്പോൾ എൻ്റെ പാർട്ടി എന്നുള്ളതല്ല, നമ്മൾ കൊടുക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തും. നമ്മൾ വീണ്ടും വിളിച്ച് പലതും ചോദിക്കും, എക്സ്പ്ലനേഷൻ വരെ ചോദിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്നിരുന്ന വ്യക്തിയായിട്ട് കുറേ നേരം അവിടെ സംസാരിച്ചു. പക്ഷെ ഞാൻ ആർക്കെതിരെയും നമുക്ക് അവിടെ വിദ്വേഷമോ അല്ലെങ്കിൽ കുറ്റം പറയാനോ ഉപയോഗപ്പെടുത്താതിരിക്കുക. നമ്മൾ ജെനുവിനായിട്ട് പറയുക, പേര് എടുത്ത് ആരുടെയും. കാരണം പറയാൻ വളരെ എളുപ്പം ഒരാളെ പറ്റി കുറ്റം പറയാൻ. നമ്മളെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഇതിനേക്കാൾ മോശമായി പോയി ചിലപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കഴിവുകളുണ്ടായിരിക്കാം. അതുകൊണ്ട് BJPക്ക് എന്താണ് ആവശ്യം അത് പറയും. അതിനപ്പുറത്തോട്ട് ഇന്നാണ് മോശം, ഇന്നാണ് നല്ലതെന്ന് ഒന്നും പറയില്ല. പൊളിറ്റിക്സിൽ BJP അല്ലാതെ ഏതൊക്കെ പാർട്ടിയിലെ ഏത് നേതാക്കളുമായിട്ടാണ് സൗഹൃദം? പൊതുവെ ഇപ്പോൾ കേരളത്തിൽ 2 പാർട്ടികളാണല്ലോ. 2 പാർട്ടിയുടെ ആൾക്കാരായിട്ട് വളരെ നല്ല ബന്ധം, നല്ല സൗഹൃദമുള്ള നേതാക്കളായിരിക്കും. സൗഹൃദം നമുക്ക് ഡെയിലി പോയി കാണുന്നില്ലേ പോലും. ഇപ്പോൾ എൻ്റെ മകളുടെ വിഷയം വന്നപ്പോൾ എനിക്കത് വഷളായി എന്ന് കണ്ടപ്പോൾ, കയ്യിൽ നിന്ന് പോകുന്നു, അറസ്റ്റിലോട്ട് പോകുന്ന പോലത്തെ രീതിയായപ്പോൾ അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ശശിധരനാണ് ഞാൻ പോയി കണ്ടത്. 5 മിനിറ്റ് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടുകാർ പോലും ഈ കാര്യത്തിൽ പറയുന്നുണ്ട്, പറയിടാവുന്ന അപ്പം തന്നെ ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറ്റുക. കാരണം അതിൻ്റെ നിജസ്ഥിതി അറിയാം. അപ്പം അന്ന് മുഖ്യമന്ത്രി കാണുന്നുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ട് വളരെ നാൾ മുമ്പേ ബന്ധമുണ്ട്. നമ്മുടെ MLA ബഷീറുണ്ട്. ബഷീർ ഞാനൊക്കെ 20 വർഷമായിട്ടുള്ള ബന്ധമാണ്. പലരുമായും നമുക്ക് ഇതിനകത്ത് സൗഹൃദമുണ്ട്. അത് രാഷ്ട്രീയക്കാരനാവുന്ന മുമ്പേ നമ്മൾ ട്രെയിൻ യാത്ര. പണ്ട്
ഞങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ കാർത്തികൻ സാർ മരണപ്പെട്ടു പോയി. വളരെ സൗഹൃദം വെച്ച് മുനീർ ഞാൻ റോഡ് കോൺട്രാക്ടറായിരുന്നു, ഞാൻ ചെയ്യാത്ത പണികളൊന്നുമില്ല. അന്ന് ശ്രീ മുനീറായിരുന്നു അന്ന് PWD മന്ത്രി. വളരെ നല്ല സൗഹൃദം അത് ഇപ്പോഴും വയ്ക്കുന്നുണ്ട്. പിന്നെ തങ്ങൾ കുടുംബത്തിലെ ബഷീർ തങ്ങൾ, ഞങ്ങൾ പണ്ടൊരു കമ്പനി ഫോം ചെയ്തിട്ട് അദ്ദേഹം ഞാനും പാർട്ട്നേഴ്സായിരുന്നു. അല്ല, അതേ രാഷ്ട്രീയവും മതവും ഞാൻ സൗഹൃദങ്ങളുടെ ഇടയിൽ സംസാരിക്കരുതെന്ന് പറയും. കാരണം വളരെ പ്രൈവറ്റായൊരു സംഭവമാണ്. കാരണം നല്ല സൗഹൃദത്തിലിരിക്കുമ്പോൾ അതൊരു തടസ്സമാവാൻ പാടില്ല. മൊത്തത്തിൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസത്തിനെതിരെ ഞാൻ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജിഹാദി ആക്ടിവിറ്റിക്കെതിരെ സംസാരിക്കും എന്ന് പറഞ്ഞ് അതിനെ ചിലർ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളുടെ മതത്തിനെതിരെ സംസാരിക്കും. ഞാൻ അങ്ങനെയല്ല സുഹൃത്തെ. കാരണം മുഖ്യമന്ത്രി വേറെ, VD സതീശൻ വേറെ. നമ്മൾ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കും, പലതും പറയും. വ്യക്തിപരമായിട്ട് അങ്ങനെ എടുക്കാറില്ല, ഒരു വിഷയം എടുക്കാറില്ല.